BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. പറവൂർ നഗരസഭയിലും ഏഴിക്കരയിലുമായി 9 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റതോടെ ജനങ്ങൾ ഭീതിയിൽ. വെള്ളിയാഴ്ച രാവിലെ പെരുവാരം കിഴക്കേപ്രം മേഖലയിൽ നന്ദികുളങ്ങര സ്വദേശി സുബ്രഹ്മണ്യൻ, തമിഴ്നാട് സ്വദേശി കുമാരസ്വാമി, ഡിഗ്രി വിദ്യാർത്ഥിനി കൃഷ്ണപ്രിയ, റിട്ടയർഡ് എക്സൈസ് ഉദ്യോഗസ്ഥൻ രവി എന്നിവർക്കാണ് കടിയേറ്റത്. കുമാരസ്വാമി ഒരു വട്ടം കടിച്ച ശേഷം പിന്മാറിയ നായ വീണ്ടും വന്ന് കടിക്കുകയായിരുന്നു. ഏഴിക്കരയിൽ ആശുപത്രിപ്പടി മുതൽ ആയപ്പിള്ളിപ്പടി വരെ ഭാഗത്തായിരുന്നു നായയുടെ ആക്രമണം. ആശുപത്രിപ്പടി ഭാഗത്ത് വെച്ച സുലൈമാൻ സുറുമിന എന്നിവരെയും ിളിപ്പടിയിൽ വെച്ച് ഷീമോൾ ബാബു തളിയപ്പുറത്ത്, ആഗ്നസ് മാപ്പിളി എന്നിവരെയും കടിച്ചു. ഇടിമൂല കവലയിൽ നിന്നാണ് മുകുന്ദൻ പുല്ലലിന് കടിയേറ്റത്. ഏഴിക്കരയിൽ ആക്രമണം നടത്തിയ നായയുടെ കഴുത്തിൽ ബെൽറ്റ് ഉണ്ടായിരുന്നതിനാൽ ഇത് ഉപേക്ഷിക്കപ്പെട്ട വളർത്തുനായാണെന്നാണ് നിഗമനം. പറവൂർ നഗരസഭയിൽ വന്ധ്യംകരണം നിലച്ചിട്ട് വർഷങ്ങളായി. ആഴ്ചകൾക്ക് മുൻപ് ചേന്ദമംഗലം ഗോത്തുരത്തിൽ 6 തെരുവ് നായ്ക്കൾ കൂട്ടമായി ആക്രമിക്കാൻ വരുന്നത് കണ്ട് ഭയന്ന് സൈക്കിളിൽ നിന്ന് വീണ് യുവാവിന് പരിക്കേറ്റിരുന്നു. ശബരി റെയിൽപാതയും അനുബന്ധ പ്രദേശങ്ങളും മോഷ്ടാക്കളുടെയും സാമൂഹിക വിരുദ്ധരുടെയും പിടിയിൽ. പല ഭാഗങ്ങളും കാട് കയറിയ നിലയിലാണ്. കഴിഞ്ഞ ദിവസം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങി തിരികെ വീട്ടിലേക്ക് സൈക്കിളിൽ പോയ ഗൃഹനാഥനെ ഹെൽമറ്റ് ധാരികളായ 4 പേർ ചേർന്ന് തടഞ്ഞു നിർത്തി കഴുത്തിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി 1.5 പവൻ വരുന്ന മാല കവർന്ന് കടന്നു കളഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്തെ 3 വീടുകളിലെ മോട്ടോർ പമ്പ് സെറ്റ് രാത്രിയിൽ മോഷ്ടാക്കൾ കൊണ്ടുപോയി. നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ച നിലയിലാണ് ശബരി പാതയും റെയിൽവേ സ്റ്റേഷനും. ലഹരി മാഫിയകളുടെ താവളമായി മാറിയിരിക്കുകയാണ് ഈ പ്രദേശമാകെ ഒഴിഞ്ഞ മദ്യക്കുപ്പികളും ഗർഭനിരോധന ഉറകളും ലഹരി മരുന്നുകളുടെ കവറുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 14-15 വാർഡുകളിൽ പെടുന്ന ഈ പ്രദേശത്ത് 250-ൽ പരം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. 300ഓളം അന്തർസംസ്ഥാന തൊഴിലാളികളും താമസിക്കുന്നുണ്ട്. മറ്റൂർ തലാശ്ശേരി എന്ന ഈ പ്രദേശം കാലടി നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനുകൾക്ക് കീഴിലാണ് വരുന്നത്. അതിർത്തി പങ്കിടുന്നതിനാൽ രാത്രികാല പെട്രോളിംഗ് ശരിയായ രീതിയിൽ നടക്കുന്നില്ലെന്ന ആരോപണവുമുണ്ട്. പ്രദേശത്ത് തെരുവിളക്കുകൾ തെളിയാത്തത് സാമൂഹിക ദ്രോഹികൾക്ക് ഗുണകരമാണ്. സ്വൈരജീവിതം ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. കൊച്ചി നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളുടെ കുരുക്കഴിക്കാൻ നടപടികളുമായി ഗതാഗത വകുപ്പ്. ഗതാഗത വ്യവസായ മന്ത്രിമാർ വിവിധയിടങ്ങളിൽ നേരിട്ടെത്തിയാണ് ട്രാഫിക് പരിഷ്കരണം വിലയിരുത്തിയത്. ചെറിയ ക്രമീകരണങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിഞ്ഞതായും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ഗതാഗത കുരുക്കഴിക്കാനുള്ള ചെറിയ പരീക്ഷണമാണ്, പാളിയാൽ തിരുത്തുമെന്നും അതിന്റെ പേരിൽ പഴി വേണ്ടെന്നും മന്ത്രിമാർ പറയുന്നു. മെഡിക്കൽ കോളേജ്, സീപോർട്ട്, എയർപോർട്ട് റോഡ് എല്ലാം വന്നു ചേരുന്ന HMT ജംഗ്ഷൻ, ദേശീയപാതയിലെ പ്രധാന ജംഗ്ഷനായ ഇടപ്പള്ളി ടോൾ, 1 വേ എന്നിവിടങ്ങളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇടതുവശം ക്ലിയറാക്കൽ, ലൈൻ ട്രാഫിക് എന്നിവ ഉറപ്പാക്കും. ഇനി പോലീസ്, ഗതാഗത, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് തീരുമാനം അന്തിമമാക്കും. സ്വകാര്യ ബസ് ഉടമകളെ കൂടി കേട്ടാകും തീരുമാനം. വൈറ്റ്ലയും ഇടപ്പള്ളിയും HMTയും ആലുവയും അങ്കമാലിയും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ജംഗ്ഷനുകളാണ്. രാവിലെയും വൈകിട്ടും വലിയ ട്രാഫിക്കാണ് അനുഭവപ്പെടാറ്. ഇവിടെ കുരുക്കഴിച്ചെടുത്താൽ തെക്കൻ ജില്ലകളിൽ നിന്ന് വടക്കൻ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് കുറേ സമയം ലാഭിക്കാം. HMT ജംഗ്ഷൻ വികസനത്തിന് വേണ്ടി 10 കോടി വകയിരുത്തിയെങ്കിലും റെയിൽവേ അലൈൻമെന്റ് അന്തിമമാകാത്തതാണ് പ്രശ്നമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. കാലടിയിലും അങ്കമാലിയിലും നെടുമ്പാശ്ശേരിയിലും നടത്തിയ മാറ്റങ്ങളിൽ നല്ല റിസൾട്ടാണ് ലഭിക്കുന്നതെന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കി. കുരുക്കഴിച്ച് ചരക്ക് ലോറികൾ രാത്രി തന്നെ വാളയാർ കടത്തണം. ഗതാഗത കുരുക്കഴിഞ്ഞാൽ തന്നെ വാഹനത്തിന് മൈലേജ് മികച്ചു കിട്ടും, മലിനീകരണവും കുറയും. ജനങ്ങൾ സഹകരിച്ചാൽ നിരത്തിൽ നല്ല മാറ്റം ഉറപ്പെന്നാണ് ഗതാഗത വകുപ്പിന്റെ പ്രതീക്ഷ. കൊച്ചി ചെങ്ങമ്മനാട് 10ാം ക്ലാസ് വിദ്യാർത്ഥി വീടിനകത്ത് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു. ചെങ്ങമ്മനാട് കപ്രശ്ശേരി വടക്കുംചേരി വീട്ടിൽ JBയുടെ മകൻ ആഗ്നലാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി ഭക്ഷണം കഴിഞ്ഞ് മുറിയിലേക്ക് പോയ ശേഷമായിരുന്നു സംഭവം. വാതിൽ തുറക്കാത്തതോടെ ചവിട്ടി തുറക്കുകയായിരുന്നു. മുറി തുറന്നപ്പോഴാണ് കുട്ടിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നെടുമ്പാശ്ശേരി പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. വൈകിട്ട് 4-ന് കപ്രശ്ശേരി ലിറ്റിൽ ഫ്ലവർ പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും.
ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിലും LHB കോച്ചുകൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ച റെയിൽവേ. നിലവിൽ ICF കോച്ചുകളാണ് ഈ റൂട്ടിലോടുന്ന ട്രെയിൻ ഉപയോഗിക്കുന്നത്. ഇവ മാറ്റുന്നതിന്റെ ഭാഗമായി ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് 14 LHB കോച്ചുകൾ ഇന്റർസിറ്റിക്കായി അനുവദിച്ചു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത മാസം മുതൽ ഈ ട്രെയിൻ NHB കോച്ചുകളിലേക്ക് മാറ്റുമെന്നാണ് വിവരം. NHB കോച്ചുകളിലേക്ക് മാറുന്നതോടെ ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിൽ 300-ലധികം സീറ്റുകളുടെ വർധനവുണ്ടാകും. ബംഗളൂരുവിൽ നിന്ന് രാവിലെ 6:10 പുറപ്പെടുന്ന ട്രെയിൻ വൈകുന്നേരം 4:55 എറണാകുളത്തെത്തും. എറണാകുളത്ത് നിന്ന് രാവിലെ 9:10 യാത്ര തിരിക്കുന്ന ഇന്റർസിറ്റി രാത്രി 7:50 ബംഗളൂരുവിലെത്തും. കോച്ചുകൾ LHB ആക്കുമെന്നല്ലാതെ സമയക്രമത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു. അതേസമയം യാത്രക്കാർ വളരെ കാലമായി കാത്തിരിക്കുന്ന കൊച്ചി ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിനിന്റെ സർവീസ് 2 മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്നാണ് വിവരം. കർണാടക കേരള ട്രാവലേഴ്സ് ഫോറം ഭാരവാഹികൾ ദക്ഷിണ പശ്ചിമ റെയിൽവേ ഡിവിഷണൽ റെയിൽവേ മാനേജർ ഓഫീസിൽ ഡിവിഷണൽ ഓപ്പറേഷൻ മാനേജർ നൈനി ശ്രീ രംഗനാഥ് റെഡ്ഡിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വന്ദേ ഭാരതിന്റെ കേരള സർവീസ് സംബന്ധിച്ച മറുപടി നൽകിയത്. എറണാകുളം ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്താനായി കൊണ്ടുവന്ന വന്ദേ ഭാരത് റേക്കുകൾ മാസങ്ങളോളം കൊല്ലത്ത് വെറുതെ കിടന്നിരുന്നു. സ്പെഷ്യൽ ട്രെയിൻ എന്ന പേരിൽ കഴിഞ്ഞയാഴ്ച ഇത് കൊച്ചുവേളിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ റേക്കുകളാണ് ഇപ്പോൾ മധുര ബംഗളൂരു സ്പെഷ്യലായി ഉപയോഗിക്കുന്നതെന്നും റെയിൽവേ ട്രാവൽ ഫോറം പ്രതിനിധികൾ അറിയിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.